നമ്മുടെ സാംസങ്ങിന്റെ S25 അൾട്ര കണ്ടില്ല, എന്നാ ലുക്കാണ് സാധനം. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടായിരുന്നു നമ്മുടെ S25ഉം അതുപോലെ തന്നെ S25 പ്ലസും സ്നാപ്ഡ്രാഗൺ വരുമോ എന്നുള്ളത്. കാരണം നമ്മുടെ സാംസങ്ങിന്റെ ഒരു അടിപൊളി ഓഫറാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളത്. അതേപോലെ തന്നെ ഐഫോണ്, പിക്സല് ഐഫോൺ നമുക്ക് എത്ര വെച്ചാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്? 200-250 വെച്ചാണ് ഇന്ന് കുറഞ്ഞിട്ടുള്ളത്. ഏകദേശം മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത പ്രൈസ് ആണ് നമുക്ക് ഇന്ന് ഐഫോൺ, അതായത് 200 dirhamsൊക്കെയാണ് ഓരോ ഫോണിൽ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പിക്സൽ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാംസങ്ങിന്റെ S25 അൾട്ര വന്നു കഴിഞ്ഞാൽ നമ്മുടെ S24 അൾട്രന്റെ പ്രൈസ് എങ്ങനെയാണ്? തല കുത്തി പോകും. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് ഇവിടെ പറഞ്ഞാൽ ഐഫോൺ ടൈം, അതുപോലെ തന്നെ സാംസങ്ങിന്റെ, പിന്നെ നമ്മുടെ ഗൂഗിൾ പിക്സലിന്റെ ഒക്കെ ലാറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി S25 അൾട്ര, അതുപോലെ തന്നെ ഗാലക്സി S25 അൾട്ര പ്ലസ്, ഗാലക്സി S25 ഇതൊക്കെ മാർക്കറ്റിൽ സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പ്രീ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സാംസങ്ങിന്റെ കേസിൽ എങ്ങനെയാണ് പ്രൈസ് കൂടുക ചെയ്യുക കുറയുക ചെയ്യുക? സാംസങ് ഇപ്പൊ S25 നിലയിൽ ഇപ്പോൾ തലകുത്തി വീണിട്ടുണ്ട്. S25 ഇപ്പോൾ റേറ്റ് വന്നാൽ ഇന്നും കുറയാൻ ചാൻസ് ആണ് ഉള്ളത്. അപ്പൊ കൂടാനുണ്ട് ചാൻസ് ഒന്നും പറയാനില്ല. മാർക്കറ്റിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പൊ മാർക്കറ്റ് കൂടാൻ കുറയാം. ഇപ്പൊ നമ്മുടെ ഐഫോണിന്റെ ഒക്കെ കേസിലൂടെ വരാന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ ലോഞ്ച് ആയ ഡേറ്റിൽ ഭയങ്കരമായിട്ട്, അതായത് ഒഫീഷ്യൽ പ്രൈസിനെക്കാട്ടി കൂടുതലായിട്ടാണ് സംഭവം സെയിൽ ചെയ്യാറുള്ളത്. നമ്മുടെ S24 അൾട്രയിൽ വരികയാണെന്നുണ്ടെങ്കിലും നമുക്കിത് ലോഞ്ച് ആയ ടൈമിൽ സെയിം ഒരു മെത്തേഡിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അതായത് ലോഞ്ച് ആയ ടൈമിൽ ഒഫീഷ്യൽ പ്രൈസിനെക്കാട്ടിയും കൂടുതലായിട്ടാണ് മാർക്കറ്റിൽ സെയിൽ ആയിരുന്നത്. കാരണം അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഐഫോണിനെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് പിന്നെ പ്രൈസ് ഡൗൺ ആവുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ സാംസങ്ങിന്റെ ഗാലക്സി S25 അൾട്ര ഒക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ നിങ്ങൾ ഒഫീഷ്യൽ എന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ കോൾ ചെയ്തിട്ട് പ്രൈസ് അന്വേഷിക്കുക. ഇവരുടെ പ്രൈസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സംഭവം ഇതിൽ എനിക്ക് തോന്നുന്നൊരു മാറ്റമായിട്ട്, ഡിസൈനിൽ മാറ്റമായിട്ട് തോന്നുന്നത് ഇതിന്റെ ഒരു റിങ് വന്നൊരു ഫീല് വരുന്നുണ്ട്. ക്യാമറ ചുറ്റും ഒരു ചെറിയൊരു റിങ് വന്നൊരു ഫീല് നമുക്ക് വരുന്നുണ്ട്. ബാക്കി പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം എന്നല്ലേ നമ്മുടെ S24 ചേഞ്ച് ആയിട്ടാണ് വരുന്നുള്ളത്. പിന്നെ വെയിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം എന്നാണ്, വലിയ ഫീലും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ S25 പ്ലസ്, S25 പ്ലസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് സെയിം തന്നെ. ക്യാമറ അതേപോലെ തന്നെ ഒരു ചെറിയൊരു റിങ് വന്നൊരു ഫീൽ വരുന്നുണ്ട് ക്യാമറന്റെ മുകളിൽ. അതായത് നമ്മൾ ഐഫോണൊക്കെ ഇടുന്ന ആ ഒരു റിങ് വന്നൊരു ടൈപ്പ് പോലെ തന്നെ ഉണ്ടാവും. അതേപോലെ റിങ് ഇട്ട പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടായിരുന്നു നമ്മുടെ S25ഉം അതുപോലെ തന്നെ S25 പ്ലസും സ്നാപ്ഡ്രാഗൺ വരുമോ എന്നുള്ളത്. കാരണം നമ്മുടെ ഇതിന് മുന്നേ വന്ന സീരീസിലൊക്കെ വന്നിട്ടുള്ളത് എക്സിനോസ് ആയിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര്, അതായത് വാറന്റി പോലും ഇല്ലാതെ നമ്മുടെ എനിക്ക് തോന്നുന്നു US സ്പെക്ക്, ഏതൊക്കെ സ്പെക്കിന് നമുക്ക് സ്നാപ്ഡ്രാഗൺ വരുന്നുണ്ട്. അപ്പോൾ ആ സ്പെക്ക് ചോദിച്ച് വാങ്ങിയിരുന്നു. അപ്പോൾ പക്ഷേ ഇനി മുതൽ നമ്മുടെ UAE സ്പെക്ക്, അതായത് ദുബായിൻ്റെ സ്പെക്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ S25ലും അതുപോലെ തന്നെ S25 പ്ലസിലും നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ സീരീസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഇതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. S25 കേട്ടോ. ഓക്കെ, ഇതിലും നമുക്ക് ആ ഒരു സെയിം റിങ് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ചെറിയൊരു ക്യാമറ ആണ്. മറ്റേനെ വെച്ചാൽ അത്ര ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം എന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് നിങ്ങൾ ചോദിക്കുക. നമുക്കിപ്പോൾ എല്ലാവരും S25 ഇറങ്ങിയിട്ടുണ്ട്, ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് S24 വില കുറഞ്ഞിട്ടുണ്ടാന്ന് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് പ്രൈസ് വളരെ താഴെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് S24 ഇപ്പോൾ 256 ആണെങ്കിൽ ഒരു നല്ല പ്രൈസ്, മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത ഒരു കിടിലൻ പ്രൈസിലാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് 256 ആണെങ്കിലും വെറും 2850 റംസിന് മാത്രം. 2850 ഓഫറാണ്. 256 GB അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് അതിൽ 512 ആണെന്നുണ്ടെങ്കിൽ 512 ആണെങ്കിൽ നോക്കണ്ട 3350 റംസ്. 3350 റംസ്. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത നമുക്ക് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ TDR നോക്കി വാങ്ങണം. കാരണം നമുക്ക് ഇതിനാണ് വാറന്റി കിട്ടാറുള്ളത്. സാംസങ്ങിന്റെ ഒഫീഷ്യൽ സ്റ്റോക്ക് ആണ്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ S24ഉം 3 ഒക്കെ നമ്മുടെ എക്സിനോസ് ആയതുകൊണ്ട് വലിയ മൂവിങ് ഉണ്ട്. പക്ഷെ ഇത് നല്ല മൂവിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, S23 എടുക്കാം. S23 256 ആണെങ്കിൽ 2350 റംസ്. വളരെ കുറഞ്ഞിട്ടുണ്ട് റേറ്റ് മാർക്കറ്റ്. S23 2350 റംസ് മാത്രം. ഗാലക്സി Z Fold 6. ഓക്കെ,
ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? റെഡ് ഫോൾഡ് 6 നിങ്ങൾക്ക് അറബിക്ക് ആണെങ്കിൽ 4250 ദിർഹംസ്. 4250 ദിർഹംസ് മാത്രമാണ്. ഓക്കെ. അതിന്റെ TDRM വരുന്നുണ്ട്. TDRM വെച്ചാൽ ഒഫീഷ്യലി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. 1 ഇയർ വാറന്റിയോട് കൂടെ നിങ്ങൾക്ക് വരുന്നത് 4550 ദിർഹംസ്. 4550. നിങ്ങൾക്ക് Z ഫോൾഡ് 5 ആണെങ്കിൽ 3650 ദിർഹംസ്. 3650 ദിർഹംസ്. ഓക്കെ. ഇനി നമുക്ക് ഏതാണ്? ഐഫോൺ ആണോ ഗൂഗിൾ പിക്സൽ ആണോ? ഏതാണ്? നമുക്ക് ഐഫോൺ എടുക്കാം. അതിന് മുന്നായിട്ട് ഒരു വെറൈറ്റീസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. സംഭവം ഇതാണ് മുതല് ഫ്യൂഷൻ അല്ലേ? ഇത് HMD. ഇത് എനിക്ക് തോന്നുന്നു അധികാരം കേട്ടിട്ടുണ്ടാവില്ല തോന്നുന്നു. ഓക്കെ. ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോഗൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ലോഗവും നമ്മൾ ഒഫീഷ്യൽ മൊബൈൽ ഫോൺ പാർട്ട്ണർ ഓഫ് FC ബാഴ്സലോണ. ഓക്കെ. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് സ്ക്രീന്, ബാക്ക് കവർ, ബാറ്ററി, ചാർജിങ് പോർട്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ 5000 mAh ബാറ്ററിയിൽ വരുന്നുണ്ട്. ഇത് പിന്നെ സ്നാപ്ഡ്രാഗൺ ആണ് പ്രോസസ്സർ വരുന്നത്. പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുക, യൂട്യൂബിൽ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കുക. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളി. സംഭവം TDRS സ്പെക്കാണ്, നിങ്ങൾക്ക് വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഐറ്റമാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ കാണിച്ചെന്നുള്ളൂ. ഓക്കെ. കാരണം നമ്മൾ എല്ലാ വീഡിയോസിലും ഇതേപോലുള്ള മോഡൽസ് ഒക്കെ പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള മോഡൽസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്ക് എത്ര പ്രൈസ് വരുന്നത് ബ്രോ? പുതിയ മോഡൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വിത്ത് സ്നാപ് ഡ്രാഗൺ ആണ്. നിങ്ങൾക്ക് വരുന്ന പ്രൈസ് 1050 ദിർഹംസ്. ഓക്കെ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. നമ്മൾ നാട്ടിലൊക്കെ ഒരു ഫോൺ എടുക്കുന്ന അതേ പ്രൈസ് തന്നെയാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മോഡൽ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാത്ത പല സംഭവങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് പറയുന്ന മുന്നായിട്ട് നമുക്ക് നമ്മുടെ രാജാക്കന്മാരിൽ ഏതെന്ന് തുടങ്ങല്ലേ? iPhone 16 Pro Max ഇപ്പോൾ വളരെ വളരെ മാർക്കറ്റിൽ കുറഞ്ഞ് തലകുത്തി വീണിട്ടുണ്ട്. അപ്പോൾ 16 Pro Max പറയേണ്ട മിനിമം ഫസ്റ്റ് ടൈമിൽ 4350 ദിർഹംസിനാണ് സെയിലാക്കേണ്ടത്. ഇപ്പോൾ വളരെ തലകുത്തി വീണുകൊണ്ട് നിങ്ങൾക്ക് 4200 ദിർഹംസാണ് ഇപ്പോൾ 16 Pro Max 2.5 കിട്ടുന്നത്. ഓക്കെ. അതെ. അതേപോലെ നിങ്ങൾക്ക് 512 ആണെങ്കിൽ നിങ്ങൾക്ക് 4900 ദിർഹംസ്. 4900 അതെ. 4950 മുന്നത്തെ വിലയാണ്. ഇത് ഒറ്റ അടിക്ക് 200 ദിർഹംസാണ് കുറഞ്ഞിട്ടുള്ളത്. എപ്പോൾ വില കൂടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അത്ര വേഗം വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. 16 Pro നിങ്ങൾക്ക് 128 ആണെങ്കിൽ 3550 ദിർഹംസ് മാത്രം. അത് നിങ്ങൾക്ക് അതിന്റെ 256 ആണെങ്കിൽ 3800 ദിർഹംസ്. 3800. അതെ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോനൊക്കെ വെച്ചുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വ്യത്യാസം വരുന്നുണ്ട്. വളരെ കുറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്താൽ മറ്റു പ്രൈസും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ S25 Ultra വന്നതിന്റെ ഒരു ഭൂകമ്പാണ് തോന്നുന്നത്. അതെ. ഓക്കെ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് 16 Pro 512 ആണെങ്കിൽ 4550 ദിർഹംസിന് കിട്ടുന്നുണ്ട്. 4550. ഓക്കെ. അത് നല്ല പ്രൈസ് തന്നെയാണ്. അടുത്തത് നമുക്ക് 16 പ്ലസ് നിങ്ങൾക്ക് ആണെങ്കിൽ 3650 ദിർഹംസിന്. എത്ര GB? അത് 256. നമ്മളിത് പറയുന്നൊക്കെ ജപ്പാൻ വേരിയന്റ് അല്ലേ? എല്ലാം ഇന്റർനാഷണൽ വെർഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ സ്പെക്ക്, അതേപോലെ തന്നെ TDR, ദുബായിന്റെ സ്പെക്ക്, അങ്ങനെ എല്ലാ വേരിയന്റും ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ജസ്റ്റ് ഒരു 20-25 ദിർഹംസ്. ഇപ്പോൾ TDR ആണെന്നുണ്ടെങ്കിൽ 50 ദിർഹംസ്, ചില 150 ജസ്റ്റ് നിങ്ങൾ എല്ലാ സ്പെക്കും ഇവിടെ വിസിറ്റ് ചെയ്യുന്ന മുന്നായിട്ട് നിങ്ങൾ അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് വേണം വരാൻ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സംഭവം പ്രൈസിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സങ്കടവും നമുക്കും സങ്കടവും അല്ലേ? അപ്പൊ അത് വേണ്ടല്ലോ എന്ന രീതിയിലാണ് നമ്മളത് പറഞ്ഞത്. നിങ്ങൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ വാട്സാപ്പിൽ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. പെട്ടെന്ന് റിപ്ലൈ തന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് 16 ആണ് 128 ആണെന്നുണ്ടെങ്കിൽ എത്ര പൈസ വരുന്നത്? 60 ആണെങ്കിൽ എടുത്തോ നിങ്ങൾക്ക് 31-ന് 3100. നമുക്ക് മുട്ടായി കൊടുക്കലിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഫോണാണ്. എൻഗേജ്മെന്റിനൊക്കെ ഫ്രീ ബഡ്ജറ്റ് ആണ്. നല്ല പ്രൈസ് ആണ്. മാർക്കറ്റിൽ ഇപ്പോൾ 32 ആയിരുന്നു ഫസ്റ്റ്. വളരെ കുറഞ്ഞിട്ടുണ്ട്. 31 ഇപ്പോൾ മാർക്കറ്റിൽ. 3100. ഓക്കെ. ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. അടുത്ത നമുക്ക് 16 120 എടുക്കുക. ഇപ്പൊ 256 ആണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് 128 ആണെങ്കിൽ 2630 ദിർഹംസ് കിട്ടും. ആ റേറ്റിന്. അതെ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് കുറഞ്ഞ മോഡൽസ്. അതെ. 15 128 ആണെങ്കിൽ 2230 ദിർഹംസ്. അതേ നിങ്ങൾക്ക് 256 ആണെങ്കിൽ 2899 ദിർഹംസ് കൊടുത്താൽ മതി. അതെ. ഓക്കെ. അടുത്ത നമുക്ക് 14
14 128 ആണെങ്കിൽ 1950 ദിർഹംസ്. 1950 ദിർഹംസ്. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് 13 ആണെങ്കിൽ 1700 ദിർഹംസ്. നിങ്ങൾക്ക് അടിപൊളി പ്രൈസ്. ഇത് എവിടെയും കിട്ടാത്ത മാർക്കറ്റിൽ ഒരേ ഒരു സ്ഥലമാണ്, അത് ഐഗാഡ്സ് മാത്രം. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ 13 പ്രോ സീരീസ് ആണെങ്കിൽ പ്രോ സീരീസ് അവൈലബിൾ ആണ്, കസ്റ്റമർ യൂസർ ആണ്. നല്ല അടിപൊളി അവിടെ ആയിരിക്കുന്ന അവനാണ് യൂസർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത് നമുക്ക് പിക്സൽ മാർക്കറ്റിലെ രാജാവ്. എത്രയും വില പൊന്തിയാലും വില കുറഞ്ഞാലും കസ്റ്റമറിന് വേണ്ടത് പിക്സൽ തന്നെ. പിക്സൽ രക്ഷയില്ല കേട്ടോ, അത് രക്ഷയില്ല. പക്ഷെ ഇത് ഒരു ബോക്സിന് ഒരു വേറെ ലുക്ക് വൈബ് സ്റ്റൈലുണ്ടോ നമുക്കിപ്പോ ഇങ്ങനെ ഞാൻ ഈ ഷോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. മറ്റേ നീർച്ചമുട്ടായി നോക്കുന്ന മാതിരി ഇത് നോക്ക്, എൻ്റെ മോനെ ഏച്ചാതി ലുക്ക്. അപ്പോൾ ഇതിന്റെ പ്രൈസ് നമുക്ക് പിക്സൽ 9 പ്രോ XL 512 തുടങ്ങാം. പിക്സൽ 9 പ്രോ XL 512 ആണെങ്കിൽ 3350 ദിർഹംസ്. 3350 ദിർഹംസ്. 3350 ഓൺലി. ഓക്കെ. അതേപോലെ തന്നെ പിക്സൽ 9 പ്രോ XL നിങ്ങൾക്ക് വേണമെങ്കിൽ 3280 ദിർഹംസ്. അത് 256 GB, അത് 256 GB. ഓക്കെ. അതേപോലെ തന്നെ പിക്സൽ 9 പ്രോ XL അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കിഡ്ലം ഫൈൽ തന്നെ, അത് 2900. അത് 128 ആണ്. യെസ്, 128. ഓക്കെ. പിക്സൽ 9 പ്രോ XLന്റെ പ്രൈസ് പറഞ്ഞത്. പിന്നെ പിക്സലിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് വന്നിരുന്നു, ഈ XL ആണോ ഇത് റേറ്റ് കുറവ് അതോ പ്രോ ആണ് റേറ്റ് കുറവ്. അത് മിസ്റ്റേക്ക് ഒന്നല്ല, XL റേറ്റ് കുറവാണ്. കാരണം പ്രോക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ടാണ് അത് റേറ്റ് കൂടുതൽ. അതായത് സാധനം അവൈലബിലിറ്റി കുറഞ്ഞോണ്ടാണ്. പക്ഷെ ഇത് സാധനം ഒരുപാട് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിന് റേറ്റ് കുറവും മറ്റത് റേറ്റ് കൂടുതലും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ഒക്കെ നമുക്ക് പിക്സലിൽ വരുന്നത് അമേരിക്കൻ സ്പെക്ക് വരുന്നുണ്ട്, കനേഡിയൻ സ്പെക്ക് വരുന്നുണ്ട്, ജപ്പാൻ സ്പെക്ക് വരുന്നുണ്ട്. അപ്പൊ പിക്സലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം എല്ലാതും സെയിം തന്നെയാണ്, മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇന്ത്യന്റെ സ്പെക്ക് വരുന്നുണ്ടോ? ഇന്ത്യൻ അല്ല, കാനഡ, ജപ്പാൻ, USA. ഓക്കെ. ഈ 3 സ്പെക്കാണ് വരുന്നത്. അപ്പോൾ സ്പെക്ക് ചോദിക്കുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ. അടുത്ത നമുക്ക് പിക്സൽ 9 പ്രോ 512 GB. ഓക്കെ. അങ്ങനെ റേറ്റ് ആണ്. നിങ്ങൾക്ക് 512 ആണെങ്കിൽ 3550 ദിർഹംസ്. 3550 ദിർഹംസ്. അതേപോലെ തന്നെ പിക്സൽ 9 പ്രോ 256 ആണെന്നുണ്ടെങ്കിൽ 3350 ദിർഹംസ്. ഓക്കെ. 3350 വണ്ടി. ഈ പ്രൈസ് തന്നെ മാർക്കറ്റിൽ തന്നെ തപ്പി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടില്ല. ഐഗാസിൽ വന്നാൽ മതി. ഈ പ്രൈസ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കിട്ടില്ല ഓഫർ തന്നെ പറയുന്നത്. നമ്മൾ പറഞ്ഞ എത്ര GB? ഇത് ഇപ്പൊ 256 ആണ് പറഞ്ഞത്. ഓക്കെ. ഇതിൽ നമുക്ക് അടുത്ത പ്രോ 128. പിക്സൽ 9 പ്രോ 128 ആണെങ്കിൽ എടുത്തോ 2760 ദിർഹംസ്. 2760. അതെ. ഇനി അതേപോലെ തന്നെ അതില് നമുക്ക് 512 ഉണ്ടോ? അതിന്റെ 512 പറഞ്ഞല്ലോ 3550 ദിർഹംസ്. ഓക്കെ. 256 ആണെന്നുണ്ടെങ്കിൽ 256 ആണെങ്കിൽ 3350 ദിർഹംസ്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞു. ഇനി നമുക്ക് പിക്സൽ 7 പ്രോ. പിക്സൽ 9 ഉണ്ട്. നമുക്ക് പോകാനായിട്ടില്ല. പിക്സൽ 9 ഉണ്ട്. ഓക്കെ. പിക്സൽ 9 ആണെങ്കിൽ 256 2450 ദിർഹംസ്. 2000 ഇതിലിപ്പോ ഇവിടെ വെച്ചിട്ടില്ലല്ലോ നമ്മൾ സാധനം പറഞ്ഞത്. പിക്സൽ 9 പ്രോ 9 ഇവിടെ അതിൽ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്. അതേപോലെ തന്നെ പിക്സൽ 9 120 ആണെങ്കിൽ 1990 ദിർഹംസ്. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം 250 കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് 1990 ദിർഹംസ്. ഓക്കെ. ഓക്കെ. അടുത്ത നമുക്ക് പിക്സൽ 8 എടുക്കാം. പിക്സൽ 8 120 ആണെങ്കിൽ 1400 ദിർഹംസ്. 1400 ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തായിരിക്കും. ഏത് ഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് എത്ര GB ആണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. വില കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും. പിന്നെ പിക്സൽ 7 പ്രോ 256 അത് 1480 ദിർഹംസ്. 1480. അതെ. പിക്സൽ 7 പ്രോ 128 വരുന്നുണ്ട്. ആ 128 റേറ്റ് നിങ്ങൾക്ക് 1325 ദിർഹംസ് മാത്രമാണ്. ഓക്കെ. ഓക്കെ. ഇനി പിക്സൽ വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടോ? പിക്സൽ എല്ലാ മോഡൽ ഇപ്പോൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി എന്തെങ്കിലും മോഡൽ ആണെങ്കിൽ ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിക്സൽ ഇതിന്റെ പ്രൈസ് നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. പിക്സൽ 9 പ്രോ ഫോൾഡ് 4950 ദിർഹംസ്. 4950. യെസ്. ഓക്കെ. പിക്സൽ 9 പ്രോ 256 ഫോൾഡ്. 9 പ്രോ ഫോൾഡ്. യെസ്. അടുത്ത നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എടുക്കാൻ പറ്റിയ ഒരു ഗെയിമിംഗ് ഫോണും അതുപോലെ തന്നെ വിവോന്റെ 200 ഏതൊരു സീരീസ് ഉണ്ടല്ലോടാ, ഒരുപാട് കമന്റ് വരുന്നുണ്ട്. X200 Pro. എന്റെ മോനെ എത്ര പോലെ കമന്റ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. നമ്മളെടുത്ത് അത് മക്കളെ സ്റ്റോക്ക് ഇവിടെ വരാത്തോണ്ടാണ്. സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കാണിക്കും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഇവർക്ക് വിളിച്ചിട്ട് അന്വേഷിക്കുക,
പ്രൈസ് ഡീറ്റെയിൽസ് ഇപ്പോൾ അതിനൊന്നും മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. പിന്നെ അതൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവും. നാട്ടിലത്തെ പ്രൈസ് ഇവിടുത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ കൂടുതലാവും. കാരണം ഇതൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റോറിനൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ബെസ്റ്റ് ഓഫറിനും പ്രൈസിനൊക്കെ കിട്ടും. പക്ഷേ ഇത് നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഫോണുകൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾക്ക് പ്രൈസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ആമസോൺ ഇതിലൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാർക്കറ്റിൽ നിർത്താൻ മതി. ഇതങ്ങനല്ല, ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ ഇവർ മെയിനായിട്ട് ഇറക്കും. അത്രയും സ്റ്റോക്കും കാര്യങ്ങളാണെങ്കിൽ ഇവർക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റും. V40 എടുക്കാം. 256,600 ദിർഹംസ്. 256,600 1600. അതേപോലെ റെഡ് മാജിക് ഗെയിമിംഗ് കളിക്കാൻ നല്ല ഫോൺ, അടിപൊളി ഫോണാണ് റെഡ് മാജിക്. നിങ്ങൾക്ക് വെറും 600 ദിർഹംസ്. വെറും 600 ദിർഹംസ്. ഓക്കെ, ഒരു ഗെയിമിംഗ് ഫോണാണ്. അതെ, റെഡ് മാജിക് കണ്ടില്ലേ? റെഡ് മാജിക് 6 റേസിംഗ് എന്ന് പറയും. ഏത്? റെഡ് മാജിക് 6 റേസിംഗ്. ഓക്കെ, അങ്ങനെ എന്തൊക്കെ ആണ്. കിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓവർ പറഞ്ഞിട്ട് ചടാക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ റെഡ്മി നോട്ട് 14. റെഡ്മി നോട്ട് 14 നിങ്ങൾക്ക് വേണമെങ്കിൽ 512 GB ആണ്. 1200 ദിർഹംസ്. 1200. അതേപോലെ തന്നെ റെഡ്മി നോട്ട് പ്രോ പ്ലസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് 512 വരുന്നത് 1400 ദിർഹംസ്. 1400 ദിർഹംസ്. ഇതാണ് പ്രോ പ്ലസ്, ഇത് 14. ഓക്കെ, അതേപോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതെ അതെ, X9 സ്മാർട്ട് ഫോണാണ് വിത്ത് 4G ആണ്, 5G അല്ല, 4G ആണ്. അത് നിങ്ങൾക്ക് വെറും 900 ദിർഹംസ്. 900 ദിർഹംസ്. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെ X9C 5G ഇത് രണ്ടും സെയിം അല്ലേ? X9C സ്മാർട്ടിന് റേറ്റ് പറഞ്ഞു 900 ദിർഹംസ്. ഓക്കെ, ഇത് 9C ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1230 ദിർഹംസ്. 1230 മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് പ്രൈസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വാങ്ങാം. ഇനി ഇതിലും കുറഞ്ഞ ഫോണുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ അവർ തരുന്നതായിരിക്കും. ആണെങ്കിലും റെഡ്മി ആണെങ്കിലും റിയൽമി ആണെങ്കിലും സാംസങ് ആണെങ്കിലും എല്ലാ ഫോണും, ഓപ്പോ ആണെങ്കിലും വിവോ, എല്ലാ ഫോണും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്രോ താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു.